ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ അലസിപ്പിരിഞ്ഞതോടെ ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. ഏതു സമയത്തും ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക സജ്ജമാണെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ ഭീഷണിയെ പരിഹസിച്ച് തള്ളിയ ഇറാൻ ആക്രമണത്തെ ആക്രമണം കൊണ്ട് ചെറുക്കുമെന്ന് അറിയിച്ചു. ഇതിനിടെ ഇറാൻ തുറമുഖങ്ങളിൽ ഇന്നു മുതൽ അമേരിക്ക ഉപരോധം പ്രാബല്യത്തിൽ വരുത്തും. ഹോർമുസ് വഴിയുള്ള ചരക്ക് നീക്കത്തിനും പ്രതിസന്ധിയുണ്ടാകും. അതേസമയം ചർച്ചകൾ തുടരാൻ താൽക്കാലിക വെടിനിർത്തൽ നീട്ടണമെന്ന് ഒമാൻ ആവശ്യപ്പെട്ടു. ഹോർമൂസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണിക്ക് പിന്നാലെ ഇറാനിലേക്ക് ഏത് സമയത്തും ആക്രമണം നടത്താൻ അമേരിക്ക സജ്ജമെന്ന് ട്രംപ് വ്യക്തമാക്കി. പരാജയപ്പെട്ട ചർച്ചയ്ക്ക് പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ച ഇറാൻ തുറമുഖ ഉപരോധം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഇറാൻ തുറമുഖത്ത് പ്രവേശിക്കുന്നതോ അവിടെ നിന്നും പുറപ്പെടുന്നതോ ആയ എല്ലാ ചരക്ക് കപ്പലുകൾക്കും നിയന്ത്രണം ബാധകമായിരിക്കും. ആർക്കും ഇളവുകൾ ഉണ്ടാകില്ലെന്ന് US സേനാ വിഭാഗമായ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട ഇറാന്റെ തുടർന്നുള്ള നിലപാട് എന്ത് തന്നെയായാലും തനിക്ക് ആശങ്കയില്ലെന്നാണ് ട്രംപിന്റെ നയം. എന്നാൽ ട്രംപിന്റെ യാതൊരു ഭീഷണിക്ക് മുന്നിലും കീഴടങ്ങില്ലെന്ന നിലപാടിലാണ് ഇറാൻ. തുറമുഖങ്ങൾ ഉപരോധിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ ഇറാൻ പരിഹസിച്ചു. ഹോർമൂസിലേക്ക് കടക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ ശക്തമായി നേരിടുമെന്നും IRGC വ്യക്തമാക്കി. ആക്രമണത്തെ ആക്രമണം കൊണ്ടും യുക്തിയെ യുക്തി കൊണ്ടും നേരിടുമെന്നാണ് ഇസ്ലാമാബാദിലെ ഇറാൻ പ്രതിനിധി സംഘത്തെ നയിച്ച ഗാലിബാഫിന്റെ പ്രതികരണം. അതിനിടെ ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് ചൈന സഹായം നൽകിയാൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. ഇറാന് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ചൈന തയ്യാറെടുക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണി. US-ന്റെ ആരോപണങ്ങൾ തള്ളിയ ചൈന തങ്ങൾ ആർക്കും ആയുധങ്ങൾ നൽകുന്നില്ലെന്നും അറിയിച്ചു. ഇതിനിടെ യുദ്ധത്തിനെതിരായ പോപ്പ് ലിയോ 14-ന്റെ നിലപാടിനെ ട്രംപ് വിമർശിച്ചു. ആണവായുധം കൈവശം വയ്ക്കുന്നത് ശരിയാണെന്ന് പറയുന്ന ഒരു പോപ്പിനെ തനിക്ക് വേണ്ടെന്ന് ട്രംപ് പറഞ്ഞു. താൻ പോപ്പിന്റെ ആരാധകനല്ലെന്ന് കടുപ്പിച്ച ട്രംപ് വിമർശനങ്ങൾക്ക് പിന്നാലെ തന്നെ സ്വയം ക്രിസ്തുവായി ചിത്രീകരിച്ച AI ചിത്രവും പങ്കുവച്ചു. ഇറാൻ തുറമുഖങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ഓയിൽ വില വീണ്ടും $100 ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 7.3% വർദ്ധിച്ച് $102. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാർ സാധ്യമായതോടെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.